Second one, from the sequence of equilateral triangle, square, regular pentagon and so on of regular polygon, form the following sequences. നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, സ്ക്വയർ ഉണ്ട്, റെഗുലർ പെൻറ്റഗൺ ഉണ്ട്. ഈ തന്നേക്കുന്ന എല്ലാ ഷേപ്പും റെഗുലർ ഷേപ്സ് ആണ്. റെഗുലർ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. സോ അത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ്, സം ഓഫ് ഇന്നർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ, ഇവരുടെയൊക്കെ സീക്വൻസ് എഴുതാനാണ് വേണ്ടത്. ഓക്കെ. സോ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയാങ്കിൾ 3 സൈഡാണുള്ളത്. ഇനി സ്ക്വയർ ആണെങ്കിൽ 4 സൈഡ്, പെൻറ്റഗൺ ആണെങ്കിൽ 5 സൈഡ് ഒക്കെ. അപ്പോൾ നമുക്ക് സിംപ്ലി നമുക്ക് എന്ത് കിട്ടും? 3, 4, 5 എന്ന് പറയുന്ന ആ സീക്വൻസ് കിട്ടും. ഇനി അടുത്തത് നമ്പർ ഓഫ് ഇന്നർ ആംഗിൾസ്. എങ്ങനെ നമുക്കൊരു പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാം? നമുക്കതിന് n-2 × 180 എന്ന് പറയുന്ന സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്യാം. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് സൈഡുകളാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന് 3 വശങ്ങളാണുള്ളത്. അപ്പോൾ 3 - 2 × 180 ചെയ്യാം. അതായത് 1 × 180 180 ഡിഗ്രി തന്നെ കിട്ടും. അടുത്ത് നമുക്കൊരു സ്ക്വയർ എടുക്കാം. അതിന് നമുക്കറിയാം n എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 - 2 × 180 നമുക്കറിയാം 2 × 180 എത്ര ഡിഗ്രി കിട്ടും? 360 ഡിഗ്രി. ഇനി അടുത്ത് ഒരു പെൻറ്റഗൺ ആണെങ്കിൽ 5 വശങ്ങളാണ്. 5 - 2 × 180 അതായത് 3 × 180 നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 540 ഡിഗ്രി കിട്ടും. ഇതാണ് അതിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. അതായത് ഏതൊരു റെഗുലർ പോളിഗൺ എടുത്താലും അവരുടെ ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 360 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ 360 360 360 അതാണ് അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആൻ ഇൻറ്റീരിയർ ആംഗിൾ. ആൻ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു 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 ആംഗിളിൻ്റെ അളവ്. അതായത് ഈ തന്നേക്കുന്ന റെഗുലർ ഷേപ്സിൻ്റെയൊക്കെ ഓരോ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അതായത് ഇപ്പോൾ നമ്മളൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്കറിയാം ടോട്ടൽ 180 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? വശങ്ങളുടെ എണ്ണം വെച്ച്, സൈഡുകളുടെ എണ്ണം വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അതായത് നമുക്കിവിടെ എത്രയാണ് വശങ്ങളുടെ സൈഡ് എന്ന് പറയുന്നത്? 3 ആണ്. അപ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 60 ഡിഗ്രി കിട്ടും. അതായത് ഇത് 60 ഡിഗ്രി ആയിരിക്കും. കൂടാതെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ ആംഗിൾസും ഈക്വൽ തന്നെയാണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി വെച്ചായിരിക്കും. ഇനി ഒരു സ്ക്വയർ ആണെങ്കിലോ? സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ 360 ഡിഗ്രിയാണ്. അതിനെ നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര ഡിഗ്രി വീതം കിട്ടും? 90 ഡിഗ്രി വീതം കിട്ടും. ഓക്കെ. സോ ഇതെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഒരു പെൻറ്റഗൺ ആണെങ്കിൽ പെൻറ്റഗണിൻ്റെ നമുക്കറിയാം ടോട്ടൽ 540 ഡിഗ്രിയാണ്. അപ്പോൾ 540 ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യുക? 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. ഈ ഡിവിഷൻ മിക്ക സ്റ്റുഡൻസും തെറ്റിക്കുന്ന ഒരു ഡിവിഷനാണ്. 540 / 5 എന്ന് പറയുന്നത്. നമുക്കറിയാം 5ൽ ഹൗ മെനി ടൈംസ് 5 goes in 5, അതായത് 5ൽ 5 എത്ര പ്രാവശ്യം പോകുന്നതാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം 5. ഓക്കെ. നമ്മളിനി എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്തു. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 4 ഇറക്കി എഴുതുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലും സ്റ്റിൽ അവിടെ 5 ആണ് ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ മൂന്നാമത്തെ 0 ഇറക്കി എഴുതരുത്. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിലും ചെറിയ നമ്പറാണ് നമുക്കിവിടെ കിട്ടുന്നതെങ്കിൽ നമ്മളിവിടെ ഒരു 0 ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ മൂന്നാമത്തെ 0, അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇറക്കി എഴുതാവുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എത്ര ഡിഗ്രി? ഇനി നമുക്ക് സാധാ പോലെ ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പോൾ 40, ഹൗ മെനി ടൈംസ് 40 goes in 5? സോ നമുക്കറിയാം അത് 8 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 108 ഡിഗ്രി കിട്ടി. അതായത് ഒരു പെൻറ്റഗൺ എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു പെൻറ്റഗൺ ആണ്. അതിൻ്റെ ഒരു ആംഗിൾ, ഓരോ ആംഗിൾസും എത്ര ഡിഗ്രി വീതമായിരിക്കും? 108 ഡിഗ്രി വീതമായിരിക്കും. ഇനി അതൊരു ഹെക്സഗൺ ആയിക്കോട്ടെ, ഏത് ഷേപ്പ് ആയിക്കോട്ടെ. സോ ടോട്ടൽ ആംഗിളിനെ അവരുടെ വശങ്ങളുടെ എണ്ണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഓരോ ഇന്നർ ആംഗിൾ കിട്ടും. റെഗുലർ ഷേപ്പ് ആണെങ്കിൽ, അതായത് എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ മാത്രം.
ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൻഡ് ഔട്ടർ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാലോ